ഹലോ, ഇന്ന് ഞാനൊരു സോഡ ലൈമൊക്കെ കുടിച്ച് എൻ്റെ അനിയത്തിയെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ അവൾ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കയറി. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടാഞ്ഞുകൊണ്ട് തൽക്കാലം ഒരു സാരിയുടെ ബ്ലൗസ് പീസ് എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ബില്ലടിക്കാൻ കുറേ നേരം നമ്മൾ നിൽക്കേണ്ടി വന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്ത് വലിയൊരു ഫാൻസി ഉണ്ട്, അങ്ങോട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഗണപതിയുടെ ഒരു ചെറിയൊരു അമ്പലം കണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഷോപ്പ് അത്യാവശ്യം വലുതാണ്, എന്നിട്ടും അതിൻ്റെ അകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവർ വെളിയിലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ. കമ്മലുകളും വളകളുമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ ബാക്കി ഐറ്റംസും ഉണ്ട്, എന്നാലും ധാരാളം ഉള്ളത് കമ്മല. പിന്നെ ഡാൻസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്, ചിലങ്കയും അതിന് പറ്റിയ ഓർണമെൻറ്റ്സും ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓണവും കൂടെ ആയതുകൊണ്ട് കുറേ കുട്ടികൾ അതും വന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കമ്മലെടുത്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഷോപ്പിൽ കയറി. അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ കിട്ടി. അങ്ങനെ നമ്മളതും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ പോയത് ഇവിടെ അടുത്ത് തന്നെ ശ്രീഹരി ഹോട്ടലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലെല്ലാം കണ്ടതാണ് ഈ ഹോട്ടൽ. ഇതുവരെ കയറിയിട്ടില്ല, കാരണം കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ അനിയത്തി വന്നുകൊണ്ട് അവളെയും വിളിച്ചുകൊണ്ട് ഞാൻ കയറി. നമ്മൾ ആദ്യം പറഞ്ഞത് ചായയും വടയുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്നിയാ നല്ല ടേസ്റ്റ്. അത് എന്തോ ഒരു കടലയും കൂടി ഇടുന്നതുകൊണ്ടായിരിക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഊത്തപ്പം പറഞ്ഞായിരുന്നേ, അത് 2 പീസായിട്ടാണ് വാങ്ങിയത്. അതും കഴിച്ച് എൻ്റെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടത് ഊത്തപ്പം. അവൾ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഈ ചട്നി മാത്രം മതി കഴിക്കാൻ. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡവിൻ്റെ ഒരു സിറം, ഇത് ക്രീം സിറമാണ്. അപ്പോൾ അത് ഞാനൊന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.